പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. എന്തൊരു കഷ്ടമാണിത്. നേരം വെളുക്കുന്നതിന് മുൻപ് വർത്താനം പറയാൻ ഗേറ്റിലേക്ക് വന്നോ നീ? ഞാൻ പറഞ്ഞിട്ടില്ലേ, അച്ഛനും മോളും ഒക്കെ അങ്ങ് വീട്ടില്. ഇയാൾ ഇപ്പൊ ഇവിടുത്തെ ജോലിക്കാരനാ. ശരി ആന്റി, അച്ഛൻ ഇവിടുത്തെ ജോലിക്കാരനാണെന്ന് സമ്മതിച്ചു. പക്ഷെ ജോലിക്കാരോട് സംസാരിക്കാൻ പാടില്ലെന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ചന്ദ്രോത്ത ഭരണഘടനയിൽ പറയുന്നുണ്ട്. നീ എന്താ ഭരണഘടനയെ നിയമവും പഠിപ്പിക്കാൻ വരികയാണോ എന്നെ? ഇരിക്കേണ്ടവര് ഇരിക്കേണ്ടിടത്തിരിക്കണം, നിർത്തേണ്ടവരെ നിർത്തേണ്ടിടത്ത് നിർത്തണം. അങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രോത്ത ഭരണഘടനയില്. മനസ്സിലായില്ലേ? പഠിപ്പിച്ചു തരാം. ഇതിലെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടോ. ഇങ്ങ് താച്ച ആന്റി, ഞാനിത് നന്ദുവിനെ അയക്കാം. സാധനങ്ങള് നന്ദു വാങ്ങിച്ചോണ്ട് വരും. നന്ദു ഇറങ്ങിയപ്പോ പറഞ്ഞാ മതിയായിരുന്നല്ലോ. എന്താ? സാധനങ്ങൾ നന്ദൻ വാങ്ങിച്ചോണ്ട് വരുമെന്നോ? എന്താടി, അവൻ നിന്റെ ജോലിക്കാരനാണോ? ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഇവിടെ വന്ന് അമ്മേ ഒരു ജോലി തരണം എനിക്കെന്നും പറഞ്ഞ് കരഞ്ഞ ഒരാൾക്ക് ഞാനൊരു ജോലി കൊടുത്തിരുന്നു. ദാ ഇയാൾക്ക്. ഈ വീട്ടിൽ എന്തൊക്കെ ജോലി ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കടയിൽ പോവാനും ഇവിടുത്തെ ജോലി ചെയ്യാനും മടിയാണെങ്കിൽ മംഗലശ്ശേരി മാധവൻ സാറേ രാജിക്കത്ത് എഴുതി തന്നിട്ട് പിരിഞ്ഞു വയ്ക്കോ. ഇത്രയും ദിവസത്തെ ശമ്പളം ഞാൻ ഇപ്പൊ തന്നെ വേണേ തന്നേക്കാം. ഞാൻ കടയിൽ പോയിക്കോളാം മാഡം. ആ, അങ്ങനെ പറയേ. നമ്മളെ മാധവ, തനിക്ക് ശമ്പളം തരുന്നതേ ഞാനാ. ഞാൻ പറയുന്ന കാര്യങ്ങൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാതെ അനുസരിച്ചാൽ തനിക്കിവിടെ ജോലിക്കാരനായിട്ട് കഴിയാം. അതല്ല, ഇവിടുത്തെ ചില ഉപദേശികളുടെ വാക്കുകൾ കേട്ട് അതുപോലെ പെരുമാറാനാണ് ഭാവമെങ്കിൽ ജോലി കട്ടപ്പുറത്തിരിക്കും. ആ സമയത്ത് പിന്നെ മോളും മരുമോനും ഒന്നും രക്ഷിക്കാൻ കാണില്ല. മനസ്സിലായടോ? മനസ്സിലായി മാഡം. എന്നാ വേഗം ചെന്ന് സാധനം വാങ്ങിച്ചിട്ട് വാ.